നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊയ്ത്ത് കഴിഞ്ഞ ചാക്കിൽ സൂക്ഷിച്ച നെല്ലുകൾ സപ്ലൈകോ 3 ആഴ്ച കഴിഞ്ഞിട്ടും സംഭരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ കർഷകർ ദുരിതത്തിൽ. പഴങ്കോട്ടുപാടം ചിറക്കാട് പാടശേഖരത്തിൽപ്പെട്ട കർഷകരുടെ 100ഓളം ടൺ നെല്ല് വീട്ടുമുറ്റത്തും പറമ്പിലുമായി കെട്ടിക്കിടക്കുന്നു. മഴ വന്നാൽ ഉണക്കിവെച്ച നെല്ല് മുഴുവൻ നശിക്കുമെന്ന ആശങ്കയിൽ കർഷകർ. 5ലേറെ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്ന അകവണ്ട വേങ്ങശ്ശേരി തോടിന് കുറുകെ കരിങ്കല്ല് ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ച കോറി ഉടമകൾക്ക് അമ്പലപ്പാറ പഞ്ചായത്തിന്റെ നോട്ടീസ്. വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിക്കുന്ന ഇത്തരം പ്രവർത്തികൾ അംഗീകരിക്കാനാകില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്റർ. തരിച്ചു താമസിക്കുന്ന വയോധികയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം തച്ചോത്ത് വീട്ടിൽ 70 വയസ്സുള്ള സഫിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാകാമെന്ന് പ്രാഥമിക നിഗമനം. വാർത്തകൾ വിശദമായി. കൊയ്ത്ത് കഴിഞ്ഞ ചാക്കിൽ സൂക്ഷിച്ച നെല്ലുകൾ സപ്ലൈകോ 3 ആഴ്ചയായിട്ടും സംഭരിക്കാൻ നടപടി എടുക്കാത്തതിൽ കേരളശ്ശേരി പഞ്ചായത്തിലെ 25ഓളം കർഷകർ ദുരിതത്തിലാണ്. പഴങ്കോട് പാടം ചിറക്കാട് പാടശേഖരത്തിൽപ്പെട്ട കർഷകരുടെ 100ഓളം ടൺ നെല്ലാണ് വീട്ടുമുറ്റത്തും പറമ്പിലുമായി കെട്ടിക്കിടക്കുന്നത്. മഴ പെയ്താൽ ഉണക്കിവെച്ച നെല്ല് മുഴുവൻ നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. 3 ആഴ്ചയായി ഉണക്കി ചാക്കിൽ സംഭരിച്ച നെല്ലുകൾ ടാർപ്പായിട്ട് മൂടിവെച്ചിരിക്കുകയാണ്. 2ാം വിള ഉഴവുകൂലിയും രാസവിള സബ്സിഡിയും ഭാഗികമായിട്ടാണ് കർഷകർക്ക് ലഭിച്ചത്. നെല്ല് ഏറ്റെടുക്കാൻ 2 മില്ലുകൾക്ക് അനുമതിയുണ്ടെങ്കിലും ലോറി കിട്ടാനില്ലെന്നാണ് മില്ല് ഏജന്റുമാർ പറയുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ ശേഷം ചുരുട്ടിവെച്ച വൈക്കോൽ പോലും വാങ്ങിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ തവണ 100 രൂപയ്ക്ക് നൽകിയ വൈക്കോൽ 80 രൂപയ്ക്കാണത്രേ ചോദിക്കുന്നത്. ചുരുട്ട് കെട്ടുന്നതിന് 35 രൂപ നൽകേണ്ടതുണ്ട്. 1 ഏക്കർ കൃഷിക്കായി 50,000 രൂപ വരെ ചെലവ് വരുന്നുണ്ട്. MP ശ്രീകുമാർ, ഷാജി, MP ഹരിദാസൻ, ശാന്തകുമാരി, നാരായണൻകുട്ടി, ഗോപാലകൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, അബ്ദുൾ ഷുക്കൂർ, രാമചന്ദ്രൻ, രാമദാസൻ, നന്ദൻ, ശിവൻകുട്ടി, സെയ്ദ് മുഹമ്മദ് തുടങ്ങിയ കർഷകരുടെ നെല്ലാണ് 1 മാസക്കാലമായി സംഭരിക്കാതെ കെട്ടിക്കിടക്കുന്നത്. ആദ്യം SBI, പിന്നീട് കാനറ ബാങ്ക്, ഇപ്പോൾ സൊസൈറ്റിയിൽ അക്കൗണ്ട് വേണമെന്നാണ് അധികാരികളുടെ നിലപാട്. നെൽകൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായതിനാൽ കൃഷിസ്ഥലങ്ങളിൽ മറ്റു പല കൃഷികൾ കൂടി ചെയ്യാനുള്ള അനുവാദം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. മഴഭീതി മൂലം പ്രയാസപ്പെടുന്ന കർഷകരുടെ നെല്ല് യുദ്ധകാലാടിസ്ഥാനത്തിൽ സംഭരിക്കാൻ നടപടിയുണ്ടാകണമെന്ന് പാടശേഖര സമിതി കൺവീനറും പഞ്ചായത്ത് അംഗവുമായ AP ശ്രീകുമാർ ആവശ്യപ്പെട്ടു. 2ാം വിള നെല്ല് സംഭരണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പഴങ്കോട്ടുപാടം ചിറക്കാട് പാടശേഖരത്തിൽ ഏതാണ്ട് 2000 ചാക്ക് നെല്ല് ആണ് ഇവിടെ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. സംഭരിക്കാനുള്ള സ്ഥലത്തിൻ്റെ പരിമിതി വളരെ കൂടുതലാണ്. ഇവിടെ പല കർഷകരും സംഭരിച്ച നെല്ല് പൊതു സ്ഥലത്ത് ഇട്ട് ടാർപ്പായിട്ട് മൂടിയിരിക്കുകയാണ്. ഏതാണ്ട് 1 മാസത്തോളമായിട്ട് അതിങ്ങനെ കിടക്കുകയാണ്. കാലാവസ്ഥയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കർഷകരാകെ ഭീതിയിലാണ്. മഴ പെയ്താൽ അപ്പോൾ ഇത് മുഴുവൻ മുളച്ച് നശിച്ചു പോകും. അതുകൊണ്ട് നെല്ല് സംഭരണം ഉടൻ തന്നെ നടത്തിയില്ലെങ്കിൽ കൃഷിക്കാരുടെ കാര്യം വളരെയധികം ബുദ്ധിമുട്ടാണ്. ഉടൻ തന്നെ വിഷുവിന് മുമ്പായിട്ട് നെല്ല് സംഭരണം നടത്തണമെന്നാണ് ഈ പാടശേഖരത്തിൻ്റെ ആവശ്യം. മറ്റൊന്ന്, ഈ സംഭരിച്ച നെല്ലിൻ്റെ സപ്ലൈകോ കുറേ നെല്ലിൻ്റെ സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അതേസമയം സ്ലിപ്പ് കൊടുത്തു എന്നല്ലാതെ സംഭരിക്കാൻ ലോറിയുടെ ക്ഷാമമുണ്ടെന്നാണ് പറയുന്നത്. കാലടിയിലെ 2 മില്ലുകൾക്കാണ് ഇതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. ആ 2 മില്ലുകൾ ഒരു അലംഭാവം ഈ കാര്യത്തിലുണ്ടോയെന്ന് കർഷകർക്ക് സംശയമുണ്ട്. ഏതാണ്ട് 1 മാസത്തോളമായി നെല്ല് കൊയ്തെടുത്തിട്ട്, പക്ഷെ ഇതുവരെയായിട്ടും ഒരു മെല്ലെപ്പോക്ക് സംവിധാനമാണ് ഇപ്പോൾ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 5ലേറെ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്ന അകവണ്ട വേങ്ങശ്ശേരി തോടിന്റെ കുറുകെ കരിങ്കല്ല് ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ച കോറി ഉടമകൾക്ക് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് നൽകി. വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിക്കുന്ന ഇത്തരം പ്രവർത്തികൾ അംഗീകരിക്കാനാകില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്ത് എത്തിയിരുന്നതായും പ്രസിഡന്റ് പറഞ്ഞു. 2 പഞ്ചായത്തിന്റെ പരിധിയുള്ളതാണ് തോട്. ഒരു ഭാഗം അമ്പലപ്പാറ പഞ്ചായത്തും മറുഭാഗം കേരളശ്ശേരി പഞ്ചായത്തുമാണ്. എന്നാൽ 5ലേറെ കുടിവെള്ള പദ്ധതികളുള്ള തോടായതിനാൽ തോടിന് കുറുകെ റോഡ് കെട്ടിയത് വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിക്കും എന്നതിലാണ് അനുമതിയില്ലാതെ റോഡ് നിർമ്മിച്ചതിനും പൊളിച്ചു നീക്കുന്നതിനുമായി ഇവർക്ക് നോട്ടീസ് നൽകിയത്. ഇത് സംബന്ധിച്ച് പഞ്ചായത്തിന് ചെയ്യാവുന്നതൊക്കെ ചെയ്യുമെന്നും ഇതൊന്നും അംഗീകരിക്കാനാവില്ലെന്നും പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്ററും വാർഡ് അംഗം സുരേഷ് കുമാറും അറിയിച്ചു. പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ നമ്മുടെ അകവണ്ട പാലത്തിന് നിന്ന് കുറച്ച് മേലെയായിട്ട് തോടിൽ കല്ലിട്ട് നികത്തി അതിന് മേലെ റോഡുണ്ടാക്കുന്നു എന്ന ഒരു വിവരം നമുക്ക് ലഭിക്കുകയുണ്ടായി. അതേ തുടർന്ന് നമ്മൾ ആ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ പരിപാടിയിലേക്ക് ഒരു ചോദ്യം ലഭിച്ചതായിട്ട് അറിയാൻ വേണ്ടി കഴിഞ്ഞു. അവിടെ നിന്ന് അതിൻ്റെ ഒരു വിവരം ലഭ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ
സ്ഥലം വന്നിട്ട് സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് നടത്തിപ്പുകാർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് അടിയന്തരമായിട്ട് നമ്മുടെ ജലത്തിൻ്റെ സുഗമമായിട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തുന്ന ഈ പ്രവൃത്തിയെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് അത് അടിയന്തരമായിട്ട് പൊളിച്ച് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർന്നുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തനിച്ച് താമസിക്കുന്ന വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം പഞ്ചായത്തിലെ 15-ാം വാർഡ് കട്ലശ്ശേരി തച്ചക്കുത്ത് ഭാഗത്ത് താമസിക്കുന്ന തച്ചോത്ത് വീട്ടിൽ 70 വയസ്സുള്ള സഫിയയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ദേശമംഗലം പഞ്ചായത്തിലെ 15-ാം വാർഡിൽ കടുകശ്ശേരി തച്ചൻകുന്ന് ഭാഗത്ത് താമസിക്കുന്ന 70 വയസ്സുള്ള സഫിയയാണ് വീടിനുള്ളിൽ ഞായറാഴ്ച രാത്രി നാട്ടുകാരും ബന്ധുക്കളും കണ്ടെത്തിയത്. തനിച്ചു താമസിക്കുന്ന സഫിയ സാധാരണ തൊട്ടടുത്തുള്ള കുടുംബങ്ങളിൽപ്പെട്ട പല വീടുകളിലായാണ് അന്തിയുറങ്ങാൻ പോവാറ്. എന്നാൽ കഴിഞ്ഞ ദിവസം അവരെ ഒരു വീടുകളിലും ചെന്നതായി അറിവില്ലാത്തതുകൊണ്ട് നാട്ടുകാർ അന്വേഷിച്ചു വന്നപ്പോഴാണ് മരിച്ചു കിടക്കുന്ന നിലയിൽ കാണപ്പെട്ടത്. അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഒരു യുവതികയെ ആക്രമിച്ചതിന് ശേഷം കൊലപ്പെടുത്തുന്നു. അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ മോഷ്ടിക്കുന്നു. അത്തരത്തിൽ വളരെ ഭയപ്പെടുത്തുന്നതും ഭീതിജനകമാക്കുന്നതും ആശങ്ക ഉളവാക്കുന്ന സംഭവമാണ്. എന്താണെങ്കിലും ബോഡി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇത്തരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ, ഒരു വയോധികരായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും അടക്കമുള്ള ഒരു ടീം രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ പ്രത്യേകമായിട്ട് നിരീക്ഷിക്കാനും സംരക്ഷിക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനം ഏറ്റവും അടുത്ത തലത്തിൽ തന്നെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. കാരണം ഇത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തനിച്ച് താമസിക്കുന്നവരെ ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും അവരെ തക്കം കിട്ടുമ്പോൾ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും അവരുടെ ശരീരത്തിൽ കിടക്കുന്ന ജ്വല്ലറി ഐറ്റംസൊക്കെ മോഷ്ടിക്കുക ചെയ്യുമ്പോൾ ആ മോഷണത്തിന് വേണ്ടി ക്രൂരമായി കൊലപ്പെടുത്തുക. അപ്പോൾ ഇത് കൊലപാതകം എന്നുള്ള ആദ്യ തലത്തിലാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ ഒരു മോളേ ഉള്ളൂ. ആ മോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കാഞ്ചേരിക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഉമ്മ മാത്രമായതുകൊണ്ട് മോള് കുറേ കാലങ്ങളായിട്ട് ഇവിടെയാണ് താമസം. അപ്പോൾ വല്ലപ്പോഴും മാത്രമാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്കൊന്ന് പോയി നിൽക്കുള്ളൂ. 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അപ്പോൾ മോളുടെ വീട്ടിലേക്ക് പോകുന്ന ആ ടൈമിൽ ഇവരുടെ ഉമ്മ അടുത്തുള്ള വീട്ടിൽ ബന്ധുവിൻ്റെ വീട്ടിലാണ് താമസിക്കുക. ഇപ്പോൾ 2 ദിവസം മുന്നേ അങ്ങനെ മോള് പോയി എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. മോള് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇലക്ഷനായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് പോയതാണ്. ആ ഒരു ടൈമിലാണ് ഇപ്പോൾ ഉണ്ടായേക്കുന്നത്. അടുത്ത വീട്ടിലേക്ക് രാത്രി കിടക്കാൻ പോകാറാണ് ഈ ഉമ്മ. അങ്ങനെ മോളടുത്തേക്ക് പോകാമെന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞു വിട്ടേ. മോള് അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചു. അങ്ങോട്ട് എത്തിയിട്ടില്ല. കിടക്കാൻ പോണ വീട്ടുകാർ വിചാരിച്ചു മോളടുത്തേക്ക് പോയി എന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പിറ്റേ ദിവസം മുതൽ മോള് ഫോൺ ചെയ്ത് നോക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് അറിഞ്ഞത്. അങ്ങനെയാണ് മോള് വിളിച്ചിട്ട് അൻപത്തിയേറോടെ ആരോടോ അല്ലേ വന്ന് നോക്കാൻ പറയാം. അങ്ങനെ ഉണ്ടായിരുന്നോട് ബന്ധുവായ ആളോട് തന്നെയാണ് വന്ന് നോക്കി നോക്കുമെന്ന് പറയുമ്പോൾ അവിടെ മരിച്ച അവസ്ഥയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ സ്വാഭാവിക മരണമാണെന്നാണ് വിചാരിച്ചത്. പിന്നെ മോള് വന്നതിന് ശേഷമാണ് ആഭരണങ്ങൾ കാണാനില്ല, അത് മോഷണം പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. കയ്യുമ്മലും കഴുത്തിലൊക്കെ മുറിവുകളുണ്ട്, ആഭരണങ്ങൾ മിസ്സായിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞത്. മൂക്കിൽ നിന്നും രക്തം വന്ന നിലയിലും പിടിവില നടന്ന ലക്ഷണങ്ങളും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഇവർ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതോടെയാണ് ഇതൊരു കൊലപാതകമാണോ എന്ന് സംശയം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായത്. സഫിയുടെ വീടിന്റെ 200 മീറ്റർ ചുറ്റളവിൽ മറ്റു വീടുകൾ ഒന്നുമില്ലാത്തതുകൊണ്ട് ഒറ്റപ്പെട്ട നിലയിലുള്ള വീടാണിത്. വീടിന്റെ ഒരു ഭാഗത്താണെങ്കിൽ കണ്ണെത്താത്ത ദൂരത്ത് പറന്നു കിടക്കുന്ന വയൽപ്പാടമാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളിവിടെ ഒറ്റയ്ക്കാണ് താമസം ഉണ്ടായിരുന്നത്. ഇപ്പോൾ വൈകിട്ട് അവിടെ ഒരു ജ്യേഷ്ഠൻ്റെ വീടുണ്ട്, നമ്മുടെ കുടുംബത്തിലെ വീട്. അവിടേക്ക് കിടക്കാൻ പോക്കാണ്. അവരുടെ മക്കളുടെ വീടുണ്ട്. അപ്പോൾ അവിടേക്ക് കിടക്കാൻ വൈകിട്ട് അവിടെയാണ് പോയിട്ട് താമസിക്കൽ. പിന്നെ മകളുണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവിടെ താമസം ഉണ്ടാവല്. അതിനിപ്പം മിനിഞ്ഞാന്ന് വരെ ആങ്ങളുടെ വീടുണ്ട് കൂറ്റനാട് കോടനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയിണ്ടാവും എന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട് കുറച്ചുകൂടി അപ്പുറത്തായി പാടത്തിൻ്റെ അപ്പുറത്താണുള്ളത്. അതിന് ആരോ ഉത്തരവാദിച്ചിട്ട് അവരെ കണ്ട് നിയമപ്രകാരമുള്ള ശിക്ഷകൾ കൊടുക്കണം. സഫിയ ധരിച്ചിരുന്ന ആഭരണങ്ങളും നഷ്ടപ്പെട്ടതായി കാണുന്നു. ശരീരത്തിൽ കൈകളിൽ ഉൾപ്പെടെ പിടിവലിയിൽ മുറിവ് പറ്റിയതായും കാണുന്നു. മൃതദേഹത്തിന് ഏകദേശം 24 മണിക്കൂർ പഴക്കമുണ്ടെന്ന് പറയുന്നു. സ്ഥലത്ത് ചെറുതുരുത്തി പോലീസും മറ്റു ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഓഫീസർമാരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുന്നംകുളം ACP, ചെറുതുരുത്തി CI, ഡോഗ് സ്ക്വാഡ്, വിരൽ അടയാള വിദഗ്ധർ തുടങ്ങുന്ന ഉന്നത സംഘം അതിരാവിലെ തന്നെ എത്തി മൃതദേഹം പരിശോധിച്ചതിന് ശേഷം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് ചെറുതുരുത്തി CI അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വൈക്കോലിന് ഡിമാൻഡ് വർദ്ധിച്ചത് കർഷകർക്ക് നല്ലൊരു ആശ്വാസമായി. ഒരു കെട്ട് വൈക്കോലിന് 65 രൂപ മുതൽ 80 രൂപ വരെ ഇപ്പോൾ
വില ലഭിക്കുന്നുണ്ട്. 1 ഏക്കറിൽ നിന്ന് 80 കെട്ട് വരെ വൈക്കോൽ ലഭിക്കുമെന്ന് കർഷകർ പറയുന്നു. കോട്ടായിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. രണ്ടാം വിള കൊയ്ത്ത് കഴിഞ്ഞതോടെ വൈക്കോലിന് പതിവിൽ കവിഞ്ഞ ഡിമാൻഡ് വർദ്ധിച്ച കർഷകർക്ക് ആശ്വാസമായി. 1 കെട്ട് വൈക്കോലിന് 65 മുതൽ 80 രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. കോട്ടായി, പെരിങ്ങോട്ടുകുറിശി, മാത്തൂർ, കുത്തന്നൂർ എന്നിവിടങ്ങളിലാണ് രണ്ടാം വിള നെൽകൃഷിയുടെ വിളവെടുപ്പ് പൂർത്തിയായത്. കൊയ്ത്ത് യന്ത്രത്തോടൊപ്പം വൈക്കോൽ ചുരുളാക്കുന്ന യന്ത്രവും എത്തിയതും ആശ്വാസമായി. വൈക്കോൽ കെട്ടാൻ 1 കെട്ടിന് 35 രൂപയാണ് ഈടാക്കുന്നത്. വേനൽ മഴ ഇല്ലാത്തതിനാൽ വൈക്കോൽ നനയാതെ പാടശേഖരങ്ങളിൽ നിന്ന് തന്നെ വിൽക്കാനായതും ആശ്വാസമായി കർഷകർ പറയുന്നു. 1 ഏക്കർ നെൽകൃഷിയിൽ നിന്ന് ശരാശരി 80 കെട്ട് വരെ വൈക്കോൽ ലഭിക്കും. വെള്ളം വറ്റിയ പാടശേഖരങ്ങളിൽ വൈക്കോൽ നാശമാകാതെ കെട്ടുന്നതും എളുപ്പമായി. കർഷകരിൽ നിന്നും വൈക്കോൽ സംഭരിക്കാൻ പ്രത്യേക ഏജന്റുമാരുണ്ട്. അവർ പാടശേഖരങ്ങളിൽ നിന്നും വൈക്കോൽ സംഭരിച്ച് ലോറികളിലും മറ്റും കയറ്റി കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ഭാഗത്തെ ഫാമുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒന്നാം വിള വിളവെടുപ്പ് സമയത്ത് തിമിർത്തു പെയ്ത മഴയിൽ വൈക്കോൽ ഒന്നും ലഭിച്ചില്ലെന്നും എന്നാൽ രണ്ടാം വിളയുടെ വൈക്കോൽ ഒന്നും നാശമാകാതെ പൂർണ്ണമായും ലഭിച്ചത് കാർഷിക ചെലവിലേക്ക് ചെറിയ ആശ്വാസമായെന്നും കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മുസ്ലിം ലീഗിലേക്ക് കടന്നുവന്ന ഞെരളത്ത് ഹരിഗോവിന്ദിന് മുസ്ലിം ലീഗ് ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആദരം. ഹരിഗോവിന്ദിനെ പൊന്നാട അണിയിച്ചായിരുന്നു നേതാക്കളുടെ ആദരം. മുസ്ലിം ലീഗിലേക്ക് കടന്നുവന്ന ഞെരളത്ത് ഹരിഗോവിന്ദനെയാണ് മുസ്ലിം ലീഗ് ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി ആദരിച്ചത്. നേതാക്കൾ പൊന്നാട അണിയിച്ചായിരുന്നു ആദരം. തുടർന്ന് ഞെരളത്ത് ഹരിഗോവിന്ദന്റെ സോപാന സംഗീതവും ഉണ്ടായി. മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് താഹിർ ഷൊർണൂർ, ഭാരവാഹികളായ ഉസ്മാൻ പൊയിലൂർ, അലി നമ്പ്രം, അഷ്റഫ് കുളപ്പള്ളി, മുസ്തഫ കുളപ്പള്ളി, സെയ്ദലവി ഉസ്താദ് എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാർത്തകൾ തുടരുന്നു. ഷൊർണൂർ നഗരസഭ CDS കുടുംബശ്രീ വിഷു വിപണന മേളയ്ക്ക് തുടക്കമായി. നഗരസഭ ചെയർപേഴ്സൺ P. നിർമ്മല മേള ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 14 വരെ മേള ഉണ്ടായിരിക്കും. ഷൊർണൂർ ടൗണിലാണ് ഷൊർണൂർ നഗരസഭ CDS കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള വിഷു വിപണന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ മേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല നിർവഹിച്ചു. നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിൻ്റെ കാർഷികോത്സവമാണ് വിഷു. വിഷുവിനോടനുബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ 1070 CDSകളിലായിട്ട് വിഷുചന്ത സംഘടിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുവിപണിയിലുള്ള വില നിയന്ത്രിക്കുക, അതിനെ വിലയെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ചന്തകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓരോ വിധത്തിലുള്ള ചന്തകളിലൂടെ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ സാധനങ്ങൾ അവരുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ വിഷരഹിതമായ പച്ചക്കറികളും മറ്റുൽപ്പന്നങ്ങളും കുടുംബശ്രീക്കാർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അവർക്കൊരു വിപണനം നടത്തുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് നല്ല സാധനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ചന്തകൾ സംഘടിപ്പിച്ചു വരുന്നത്. CDS ചെയർപേഴ്സൺ ജിഷ അധ്യക്ഷയായിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സൗമ്യ, സിന്ധു, കൗൺസിലർമാരായ രജിത, പ്രസന്ന, പുഷ്പ, പ്രദീപ്, CDS വൈസ് ചെയർപേഴ്സൺ സുനിത, CDS ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വെള്ളരിക്ക ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ, കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, മൺപാത്രങ്ങൾ തുടങ്ങിയവയാണ് മേളയിൽ CDS ഒരുക്കിയിരിക്കുന്നത്. ദിവസവും രാവിലെ 9 മുതൽ രാത്രി 7:30 വരെയാണ് മേളയുടെ പ്രവർത്തനം. ഈ മാസം 14 വൈകിട്ട് വരെ മേള പ്രവർത്തിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കാരേക്കാട് ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ചണ്ഡികാ ഹോമം, പന്തീരാഴി, മഹാഗുരുതി മഹോത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് തായമ്പക അവതരണവും ദീപാരാധന, പന്തീരാഴി തുടർന്ന് മഹാഗുരുതിയും ഉണ്ടായിരുന്നു. ഈ സമയം നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു.
പ്രധാന വാർത്തകൾ വീണ്ടും. കൊയ്ത്ത് കഴിഞ്ഞ ചാക്കിൽ സൂക്ഷിച്ച നെല്ലുകൾ സപ്ലൈകോ 3 ആഴ്ച കഴിഞ്ഞിട്ടും സംഭരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ കർഷകർ ദുരിതത്തിൽ. പഴങ്കോട്ടുപാടം ചിറക്കാട് പാടശേഖരത്തിൽപ്പെട്ട കർഷകരുടെ 100ഓളം ടൺ നെല്ല് വീട്ടുമുറ്റത്തും പറമ്പിലുമായി കെട്ടിക്കിടക്കുന്നു. മഴ വന്നാൽ ഉണക്കിവെച്ച നെല്ല് മുഴുവൻ നശിക്കുമെന്ന ആശങ്കയിൽ കർഷകർ. 5ലേറെ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്ന അകവണ്ട വേങ്ങശ്ശേരി തോടിന് കുറുകെ കരിങ്കല്ല് ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ച കോറി ഉടമകൾക്ക് അമ്പലപ്പാറ പഞ്ചായത്തിന്റെ നോട്ടീസ്. വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിക്കുന്ന ഇത്തരം പ്രവർത്തികൾ അംഗീകരിക്കാനാകില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്റർ. തരിച്ചു താമസിക്കുന്ന വയോധികയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം തച്ചോത്ത് വീട്ടിൽ 70 വയസ്സുള്ള സഫിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാകാമെന്ന് പ്രാഥമിക നിഗമനം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.